ഇതെൻ്റെ വീട്ടിലോട്ട് കയറി പോകുന്ന വഴിയാണ്. കുറേ സ്റ്റെപ്പുണ്ട്, നമുക്ക് സ്റ്റെപ്പ് എണ്ണിട്ട് പോവാം. അവിടെ 1 2 3 4 5 6 7 8 9 10 11 12 13. എനിക്കെന്നാ വയ്യ. എണ്ണൽ പാടാണ്. ഇത് നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന വഴി കേട്ടോ. നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന വഴിയും പിന്നെ ഇവിടെ ഒരു പള്ളിയുണ്ട് മെയിനായിട്ട്, ആ പള്ളിയിലോട്ട് പോകുന്ന വഴി കൂടെ. നമ്മുടെ ചുറ്റിനും ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ട്. ഒരു കുന്നുംപുറത്താണ് നമ്മുടെ വീടുള്ളത്. ഇതൊക്കെ ഈ ചെടിയാണ് ഞാൻ ഇന്നാൾ ഇട്ടത്. ഇവിടെ നിന്നുള്ളൊരു വ്യൂ കാണിക്കാവേ. കണ്ട, നമ്മളെ താഴേന്ന് കയറി വരുന്നത്. കൂടെ കയറി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലോട്ട് വരും. അയ്യോ, ഇതാണ് വീട്. ആരെ കിടക്കുന്നേ? എന്താ അവിടെ ഒരാളെ പിന്നെ സ്കൂളിക്കാൻ പോവുക. ആണോ? ചൂട് കൂടിയിട്ടാ. എന്ത് മോനെ, മോൻ കുളിക്കുന്നില്ലേ? അയ്യോ, മതി മതി, ഞാൻ അവിടെ ഇരിക്കാൻ തന്നിട്ട് വിട്ടടി, വിടത്തില്ല. കുഞ്ഞു അങ്ങോട്ട് പറഞ്ഞിരിക്കേ, ഞാനിപ്പം വരാം. മതി, മാറവാ. മതിയേ, ഞാൻ വെച്ചാൽ കൂടി ചെല്ലട്ടെ. ഇത് കുഞ്ഞു കയറി നിൽക്കുക. എൻ്റെ അമ്മച്ചി കണ്ട അവിടെ ഇരിക്കട്ടെ. മാറിക്കടാ, ഇത് മാറത്തില്ല. ഇത് എനിക്ക് ജാരേ കുളിക്കാൻ നിൽക്കുന്നേ. നന്നായിട്ട് വെള്ളം ഒഴിക്കണം ദേഹത്തമ്മേ, കുതിർത്ത് നിന്നിട്ട്. പൊന്നുസന്നെ ഇപ്പം വന്ന് കയറിയേ, ചൂടായിട്ടാ. പൊന്നാഞ്ഞിലേ, ഇത് പൊന്നാഞ്ഞിലേ, ഇത് പൊന്നാഞ്ഞിലേ. നന്നായിട്ട് വെള്ളം ഒഴിച്ച് കുതിർത്തേമ്മ. അത് കഴിഞ്ഞിട്ട് അവിടെ ദേഹത്ത് സോപ്പ് കേൾക്ക്. അമ്മേ, ദേഹം നന്നായിട്ട് അങ്ങ് കുതിർത്തേ. ഞാനങ്ങനെ കുളിപ്പിക്കുന്നു. പൊന്നുസേ, ഇല്ല, അത് കുഴപ്പമൊന്നുമില്ല. അവിടെ ദേഹം ഒന്ന് നനയട്ടെ. അതൊക്കെ ചൂടായിട്ടല്ലേ അവൾ വരുന്നത്. കൊച്ചു സ്വന്തമായിട്ട് വന്ന് നിന്നത് കേട്ടോ. കൊച്ചിന് ദേഹത്ത് കൂടാ. അവിടെ നടന്നോ? ജീവിതത്തിൽ 1 2 തവണ മാത്രമേ നടന്നിട്ടുള്ളൂ. കുളി അലർജിയുള്ള കൊച്ചായിരുന്നു. എന്നാണ് ചൂടായതുകൊണ്ട് തലയൊന്ന് കുളിപ്പിക്കും. അതിനെ തല കൊണ്ടിരുന്നത്. കൊച്ചിൻ്റെ തല രണ്ട് ഞുള്ളു വെച്ച് കൊടുക്കാമേ. കുടഞ്ഞോട്ടോ, കുഴപ്പമൊന്നുമില്ല. അവിടെ ദേഹത്ത് നനയണം. ആ ഫ്രണ്ട് നെഞ്ചിപ്പാവൊക്കെ വെള്ളം ആ ഓസ് എടുക്കുവാനൊക്കെ.
കൊച്ചിൻ്റെ കഴുത്തെ കയറ് കെട്ടരുതെന്ന് പറഞ്ഞേ. ഈ ഞങ്ങൾക്ക് ചങ്ങലയൊന്നുമില്ല. പശുമ്പയാണോ? പശുമ്പയാണോ? സിന്ധു ബേബിയാ. ചമ്മത്തി സിന്ധു ബേബി. കുഞ്ഞു എന്താ ഇവിടെ വന്ന് കിടക്കുന്നത്? എന്താടാ കുഞ്ഞിനെ കുളിപ്പിക്കുന്നില്ലേ? കുഞ്ഞോ എനിക്ക് തോന്നി ഇവിടെ എവിടെയോ എന്തോ ഈ മരം എപ്പം വേണേലും നമ്മൾ വീണ്ടും മണ്ടലോട്ട് വീഴാം. ഈ പറമ്പുകാരിത് വെട്ടിത്തരത്തില്ല. വീണ്ടും മണ്ടലോട്ട് വീഴാം. ഇത് നല്ല കാറ്റും മഴയും വന്നാൽ ഇത് വീടിനെ മണ്ടലോട്ട് വീഴും. അവൾ ഫോണും പിടിച്ചോണ്ട് വരുവാണ്. ഞാൻ മര്യാദയ്ക്ക് ഇവിടെ ഒന്ന് കുളിക്കുക, എന്നാലും അവൾ ഫോണും പിടിച്ചോണ്ട് വരുന്നത്. അതാണ് എക്സ്പ്രഷൻ മോത്ത്. അല്ലടി സിന്ധു, ഇങ്ങോട്ട് നോക്കിയേ. അവൾക്ക് ഇഷ്ടമില്ല. അമ്മച്ചിട്ട് ഫോണിങ്ങനെ നോക്കിയടി. അയ്യോ പൊന്നിൻ്റെ വാല് കാണിച്ച്. അതാണ് പൊന്നിൻ്റെ വാല്. ഒത്തിരി ഒന്നുമില്ല, ഒരുപാട് വേണ്ടെന്ന് പറഞ്ഞ് പകുതി വെച്ച് ഞങ്ങൾ മുറിച്ച് കളഞ്ഞു. അല്ലേ സിന്ധു? ആവി എടുത്തിട്ട് വന്നതായിരിക്കും. മരുന്നൊക്കെ എൻ്റെ കൊച്ചിന് ഈ ചൂടുകാലമാകുമ്പോൾ ദേഹത്തൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞ് ഇത് കണ്ട കാലിരിക്കുന്നു. അതുപോലെ കണ്ട കാലുണ്ട്. ചൂടുകാലത്തേ ഉള്ളു കേട്ടോ, അല്ലാത്തപ്പോൾ വലിയ കുഴപ്പമില്ല. പൈപ്പൊന്നും കയറ് കെട്ടിയോണ്ട് ആർക്കും ഒന്നും തോന്നണ്ട. വലിയ ബലമുള്ള കയറൊന്നുമല്ല. സുന്ദരിയുടെ മോന്ന് കാണിച്ചേ. കൊച്ചിൻ്റെ മുഖത്ത് വെള്ളം ഒഴിച്ചില്ല അമ്മ ഇതുവരെയായിട്ടും? അങ്ങനെ വെള്ളം ഒഴിച്ചില്ല. കൊച്ചിൻ്റെ മുഖത്ത് വെള്ളം ഒഴിക്കും. അത് ഒത്തിരി പോകുന്ന ഈ കൊച്ചിനെ കുളിപ്പിച്ചപ്പോഴത്തേക്കിനെ അമ്മ ക്ഷീണിച്ചു. സ്വന്തമായിട്ട് കുളിക്കുക അതും ഇല്ല. മോനെ ഞാൻ സ്വന്തമായിട്ട് നാളെ കുളിച്ചോളാം കേട്ടോ. മഞ്ഞ വെള്ളം മൂടി വെച്ചേരാം കേട്ടോ. ഇത് പൊന്നുസേ ഒരു മറുപടി പറ അതിന്. അമ്മ ഞാൻ കുളിപ്പിക്കുന്നുണ്ട് ശരിയാകുന്നില്ലേ? അമ്മച്ച് കുളിപ്പിക്കുകയാണെങ്കിൽ ദേഹം മുഴുവൻ കുതിർത്ത് വെച്ചിട്ടേ കുളിപ്പിക്കുകയുള്ളൂ. മുഖത്തൊക്കെ തേക്കമ്മേ വെള്ളം. മുഖത്ത് ഒരു ശകലം പോലും വെള്ളം വീണിട്ടില്ല. എവിടെയാലും പോയോ അതേണ്ട? കുളിക്കാന്ന് അവിടെ കരയായിരുന്നു. ഞാൻ കുളിപ്പിക്കാൻ വന്ന കുളിച്ചപ്പോഴത്തേക്ക് ഓടിപ്പോകുന്നതിൻ്റെ കൂടെ. അപൂർവമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ചൂട് കൂടിയിട്ട് മുഖത്തൊന്ന് വലിച്ചല്ലേ വെള്ളമിട്ട്. പൊന്നിൻ്റെ പല്ല് തേക്കുന്നില്ല. നിർത്തിക്കൊണ്ട് ഇച്ചിരി വെള്ളം ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് വിടണേ. അതൊക്കെ അത് സുഖം അതിനകത്ത് വെള്ളം വരും. മതിയാ കുളിച്ച മതിയാ? സുന്ദരിയാണല്ലോ സുന്ദു സുന്ദു സുന്ദു. കൊടൈ 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 ഒന്നും കൂടെ കൊടേ. മതിയോ? മതി. ആ പുറത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ചേ.
പുറത്ത് പുറത്ത്. ടാറ്റാ, ബൈ ബൈ. ടാറ്റ പറ. കണ്ട ദയനീയമായിട്ടുള്ള നോട്ടം. ഓക്കെ.